എൻ്റെ ഈശോയെ, ഞാൻ ഉണരും വരെയും എനിക്ക് കാവലായി നിലകൊള്ളുന്ന നല്ല ദൈവമേ, വീണ്ടും ഒരു പ്രഭാതം എനിക്കായി ഒരുക്കി നൽകിയതിന് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. രാത്രിയുടെ യാമങ്ങളിൽ അങ്ങ് എനിക്ക് വേണ്ടി ഒരുക്കിയ ശക്തമായ സംരക്ഷണത്തിനും എൻ്റെ കുടുംബത്തോട് കാണിച്ച അനന്തമായ കാരുണ്യത്തിനും നന്ദി പറയുന്നു ഈശോയെ. അങ്ങയുടെ ചിറകിനടിയിലാണ് ഞാൻ എപ്പോഴും അഭയം പ്രാപിക്കുന്നത്. ഇന്ന് ഞാൻ എവിടെ പോയാലും അങ്ങയുടെ കരുത്തുറ്റ കൈകൾ എന്നെ നയിക്കട്ടെ. അങ്ങയുടെ ശക്തമായ കരങ്ങൾ എന്നെ താങ്ങാനുള്ളപ്പോൾ ഞാൻ വീഴുകയില്ലല്ലോ. ഇന്നത്തെ എൻ്റെ എല്ലാ പ്രയത്നങ്ങളും എല്ലാ ആഗ്രഹങ്ങളും അങ്ങയുടെ ഇഷ്ടങ്ങൾക്ക് യോജിച്ചുകൊണ്ട് വിജയം നേടാൻ എന്നെ സഹായിക്കണമേ. അങ്ങയുടെ സംരക്ഷണം എനിക്ക് ഉരുക്കുകോട്ടയാകട്ടെ. അങ്ങയുടെ സംരക്ഷണം എനിക്ക് പുതുജീവൻ പകരട്ടെ. അങ്ങൻ്റെ കാവൽക്കാരനും സംരക്ഷകനും നല്ല ഇടയനുമാണ്. അങ്ങ് എനിക്ക് വേണ്ടി ഇന്നൊരുക്കിയ അനുഗ്രഹങ്ങളാൽ ഞാൻ ഇന്ന് സന്തോഷവതിയാകട്ടെ, സന്തോഷവാനാകട്ടെ. കനിയൂ സ്നേഹപിതാവേ, നീറുമെൻ മാനസമോടെ അർപ്പിക്കും നിൻ മുൻപിലായി ജീവിത കാലമിതാ. കനിയൂ സ്നേഹപിതാവേ. നമുക്കൊരു നിമിഷം നമ്മുടെ മക്കളെയെല്ലാം ദൈവകരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് പഠന മേഖലയിലായിരിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെ സമർപ്പിക്കാം. പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന മക്കളെ സമർപ്പിക്കാം. ഈശോയെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം നീ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഹൃദയത്തിൽ വസിക്കുന്ന ത്രിത്വേക ദൈവമേ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. ഞങ്ങളുടെ മക്കളെ ഇതാ തിരുമുൻപിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെ തിന്മയിലേക്ക് നയിക്കുന്ന എല്ലാ ആസക്തികളെയും ചിന്തകളെയും വികാരവിചാരങ്ങളെയും നിയന്ത്രിച്ച് മനസ്സിനെയും ബുദ്ധിയെയും യേശുവിൻ്റെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കളെയും ഗുരുഭൂതരെയും സ്നേഹിക്കുവാനും അനുസരിക്കുവാനും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണമേ. ബോധജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും ഉറവിടമായ ഈശോയെ, അവരെ പൂർണ്ണമായി ഇതാ സമർപ്പിക്കുന്നു. സഹായകനായ പരിശുദ്ധാത്മാവെ, പഠനകാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ അവരെ സഹായിക്കണമേ. നേരായ ബുദ്ധി, ഓർമ്മ, അറിവ് എന്നിവയാൽ നിറച്ച് പഠിക്കുന്ന കാര്യങ്ങൾ ഓർമ്മിക്കുവാൻ അങ്ങ് അവരെ സഹായിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കായി അമ്മ ഈശോയോട് പ്രാർത്ഥിക്കണമേ. അവരുടെ പഠന മേഖലകൾ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ജോലിയിലായിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജോലി മേഖലകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. കുടുംബജീവിതം നയിക്കുന്ന ഞങ്ങളുടെ മക്കളുടെ കുടുംബജീവിതങ്ങളെല്ലാം യേശുവിൻ്റെ നാമത്തിൽ സന്തോഷവും സമാധാനവും നിറഞ്ഞതാകട്ടെ. ഈശോയെ, ഈ സമയം എല്ലാ മക്കളെയും ദൈവകരങ്ങളിൽ തന്നുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഈ പ്രഭാതത്തിൽ നമ്മുടെ ഭവനങ്ങളെല്ലാം കർത്താവിൻ്റെ സംരക്ഷണയ്ക്കായി ഭരമേൽപ്പിച്ചുകൊണ്ടൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഉൽപ്പത്തിയുടെ പുസ്തകം 28-ാം അധ്യായം 17-ാം തിരുവചനം. തീർച്ചയായും കർത്താവ് ഈ സ്ഥലത്തുണ്ട്. ഇത് ദൈവത്തിൻ്റെ ഭവനമല്ലാതെ മറ്റൊന്നുമല്ല, സ്വർഗത്തിൻ്റെ കവാടമാണിവിടം. ദൈവമേ, ഈ വചനത്തിൻ്റെ അഭിഷേകം ഈ പ്രഭാതത്തിൽ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വ്യാപരിക്കട്ടെ. അങ്ങയുടെ ഈ ഭവനത്തെയും ഇതിൽ വസിക്കുന്ന ഞങ്ങളെയും പഠനത്തിനും ജോലിക്കുമായി വിദൂരങ്ങളിൽ കഴിയുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ സംരക്ഷണത്തിന് ഭരമേൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ആപത്തനർത്ഥങ്ങൾ, ആക്രമണങ്ങൾ, രോഗപീഠകൾ, പാപക്കിണികൾ തുടങ്ങി എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഞങ്ങളിൽ ആരും സത്യവിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കാനോ അബദ്ധസഞ്ചാരങ്ങളിൽ പെടാനോ ഇടവരുത്തരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. സന്യാസ വൈദിക ദൈവവിളികൾ നൽകി ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. വിവാഹബന്ധത്തിലൂടെ ഇവിടേക്ക് കടന്നു വരുന്നവരും ഇവിടെ നിന്ന് മറ്റു ഭവനങ്ങളിലേക്ക് അയക്കപ്പെടുന്നവരുമായ ഞങ്ങളുടെ മക്കൾ വഴി കുടുംബങ്ങൾ അനുഗ്രഹീതമാക്കണമേ. കഴിഞ്ഞ കാലങ്ങളിൽ ഈ ഭവനം ഏതെങ്കിലും തരത്തിലുള്ള പാപം മൂലം മലിനമാകാൻ ഇടവന്നിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് ചോദിച്ചു പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ തിരുരക്തം കൊണ്ട് കഴുകി വിശുദ്ധീകരിക്കണമേ.
ഞാൻ അതിനു ചുറ്റും അഗ്നി കൊണ്ടുള്ള കോട്ടയായിരിക്കുമെന്ന വാഗ്ദാനം അനുസരിച്ച് ഞങ്ങളുടെ ഭവനത്തിന് സംരക്ഷണം നൽകണമേ. ഈ ഭവനത്തെ വിശുദ്ധിയുടെ വിളനിലവും എല്ലാവർക്കും ഒരു അനുഗ്രഹവുമാക്കി തീർക്കണമേ. പരിശുദ്ധ അമ്മേ, വിശുദ്ധ യോസേപ്പിതാവേ, സകല വിശുദ്ധരെ മാലാഖമാരെ, ഈ ദിവസം മുഴുവനും ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സുസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.